നമസ്കാരം. നമസ്കാരം. നമ്മുടെ ടീച്ചറാണ്, പ്രിയപ്പെട്ട ടീച്ചറാണ് ഗംഗാദേവി ടീച്ചർ. 8ാം ക്ലാസ്സിൽ 8, 9, 10 അല്ലേ ടീച്ചർ? 8B, 9B, 94, 95 ബാച്ച്. അപ്പോൾ അങ്ങോട്ടുള്ള പരിചയമാണ് ടീച്ചറിന്റെ. അപ്പോൾ ടീച്ചറെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് റോഷൻ എന്റെ വീട്ടിൽ വന്ന് ഈ വർക്ക് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ റോഷൻ കാരണം യൂട്യൂബിൽ വന്ന് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അതിലുപരി എനിക്കും ഭാഗ്യമാണ് ടീച്ചറിനെ ഈ നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ടീച്ചർ ഒന്ന് 2 വാക്ക് പറയാൻ. ശിക്ഷകണങ്ങൾ ധാരാളം എന്റെ വീട്ടില് പല വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പുത്തമ്പരിക്കാണ്. നമ്മുടെ ആവേത്ത് അമ്പലം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് റൈറ്റ്, എളന്തിക്കര സൈഡിൽ നിന്ന് വരുമ്പോൾ ആവേത്ത് അമ്പലം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റൈറ്റ് പോകുന്ന റൂട്ടാണ് നമ്മളുടെ സൈറ്റ്. ഇന്നത്തെ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ഗുരു ശിഷ്യ ബന്ധമാണ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. മറ്റാരുമല്ല, നമ്മുടെ ഗംഗാദേവി ടീച്ചറിന്റെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക്. പോണത് നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന 1354 വെസൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറിന്റെ ക്ലാസ്സിൽ പഠിച്ചേക്കണ പൂർവ്വ വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നത് 8, 9, 10 ക്ലാസ്സുകളിലാണ് ടീച്ചർ പഠിപ്പിച്ചത്. 94, 95 ബാച്ച്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഒന്ന്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടീച്ചറിന്റെ വീഡിയോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. വെള്ളത്തിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ വെല്ലാണ്, ഓപ്പൺ വെല്ലാണ്. ഓപ്പൺ വെല്ലിന്റെ അവസ്ഥ എന്താണ്, പിന്നെ നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്സ്റ്റെയർ നമ്മൾ ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. കാരണം അപ്സ്റ്റെയർ ഒഴിവാക്കാൻ കാരണം ഒറ്റൊരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ബാത്റൂം ഉണ്ട്, പക്ഷെ 2 ലൈനായിട്ട് ഇറങ്ങിയേക്കണം. 2 ഇഞ്ചിന്റെ 2 ലൈനായിട്ട് ഇറങ്ങിയത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിലാണ് ഗ്രാവിറ്റിയിൽ ചെയ്യുമ്പോൾ വെക്കാൻ നിർവാഹമുള്ളൂ. പിന്നെ നമുക്ക് പമ്പിംഗ് ലൈനിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവില്ല. അത് മാത്രമല്ല അയൺ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലോയും അതുപോലെ തന്നെ നമ്മുടെ പ്രഷറും ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്നാലും നമ്മൾ പമ്പിംഗ് ലൈനിൽ വെച്ചാൽ അത് സക്സസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രാവിറ്റി തന്നെ ചെയ്യണത്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്ക് അതിന്റെ ഒരു സെപ്പറേറ്റ് ഒരു ഫിൽറ്റർ നമുക്ക് നമ്മുടെ മേലത്തെ റൂമിലേക്ക്, അതായത് മേലത്തെ റൂമിന് യൂസ് ചെയ്യുന്ന ബാത്റൂമിലേക്ക് സെപ്പറേറ്റ് നമുക്കൊരു ഫിൽറ്റർ വെച്ച് കൊടുക്കാനുള്ള ധാരണയുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ നേരെ വീട്ടിലോട്ട് പോകാം. ബൈ. കൂട്ടുകാരപ്പോ ഞാൻ വെല്ല് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ വെല്ല്, ഓപ്പൺ വെല്ല്. ഇപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പൊ കുറച്ചും കൂടി തെളിഞ്ഞിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇച്ചിരി മഞ്ഞപ്പുണ്ടായിരുന്നു. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് മഞ്ഞച്ച് കിടക്കും, ചില സമയത്ത് തെളിഞ്ഞു കിടക്കും. എന്നാലും വേണ്ടത് ആ റിങ്ങിന്റെ സൈഡിലൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും നമ്മളുടെ അയൺ ഫോം ആയിരുന്നത്. അപ്പോൾ അത്യാവശ്യം അയൺ ഉണ്ട് ചെക്ക് ചെയ്തപ്പോൾ. ഇതാണ് വെള്ളത്തിന്റെ ക്വാളിറ്റി. അപ്പൊ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ക്വാളിറ്റി അല്ല. ശരിക്കും ചില സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞച്ച് കിടക്കിയിരിക്കുള്ളൂ. അത് ഞാൻ ലൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഒട്ടും സമയങ്ങളാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നേരെ നമ്മുടെ വർക്കിലേക്ക് ബൈ.
കൂട്ടുകാരെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, വെസൽ ഫില്ല് ചെയ്തു, മീഡിയ എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ പൈപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞു, അതായത് പ്ലംബിംഗ് വർക്കൊക്കെ നമ്മൾ ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ്. അപ്പം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ബാക്ക് വാഷ് ഒക്കെ ഫിനിഷ് ചെയ്തു, ലൈൻ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രഷറും ബാക്കി നമ്മളുടെ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഗ്ലാസ് ഉണ്ട്, നമുക്ക് നോക്കാം. അതിന്റെ പ്രഷർ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഇത് നല്ല പ്രഷർ ഉണ്ട് വെള്ളത്തിന്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ 2 ഇഞ്ചിന്റെ ലൈൻ ഇറങ്ങി വന്നേണത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 1.5 ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രഷറൊന്നും യാതൊരു വ്യത്യാസമില്ല. നമ്മളെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. നല്ല കണ്ണീര് പോലെ ആയിട്ടുണ്ട് വെള്ളം. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഞാൻ ആദ്യമേ നമ്മുടെ വെല്ലിനെ കാണിച്ചായിരുന്നു. വെല്ലിൻ്റെ അകത്ത് നിലവിൽ കാണിക്കുന്ന സമയത്ത്, ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ടർബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് ഒരു ഗ്രീനിഷ് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർമാര് വരാറുണ്ട്. അത് നമ്മൾ ആദ്യം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ വെള്ളത്തിലുണ്ടായിരുന്നു. പിന്നെ അയണിന്റെ സാന്നിധ്യം ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് നമ്മളിപ്പോൾ ഒരു മൾട്ടിമീഡിയ ഒരു വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, വർക്കിംഗ് സക്സസ് ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ കൂടെ ഉണ്ട്, നമ്മുടെ ടീച്ചറിന്റെ മകനുണ്ട്, മിസ്റ്റർ വിഷ്ണു. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം അദ്ദേഹത്തിന് വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനുശേഷം നമുക്ക് ടീച്ചറിനെ നമുക്ക് ഇതിനകത്ത് വീഡിയോകൾ ഉൾപ്പെടുത്താം. വേറെ ഒന്നുമല്ല, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വിഷ്ണുവിനെ വിളിക്കാം. വരൂ, ഇതാണ് മിസ്റ്റർ വിഷ്ണു, ടീച്ചറിന്റെ മകനാണ്. നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞല്ലോ, അപ്പോ എന്താണ് അഭിപ്രായം? വെള്ളം ഒന്ന് എടുത്തു നോക്കിയിട്ട് ആദ്യം വെള്ളം ഒന്ന് എടുത്തു നോക്കാം. വെള്ളം എടുത്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് വെള്ളം? വെള്ളമാണ് വ്യത്യാസമായി. എന്താണ് നമ്മുടെ വെള്ളത്തിന് ഉണ്ടായിരുന്ന പ്രശ്നം? ആദ്യം നമ്മളുടെ വെള്ളം ഒരു ചെറിയൊരു വേനലായി കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ചെറിയൊരു മഞ്ഞ കളറ്, അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളൊരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ റോഷന്റെ ഫിൽട്രേഷൻ. ആയിക്കോട്ടെ, വെൽമൗണ്ട് നമ്മുടെ സ്ഥാപനം. ഓക്കെ. എനിവേ, എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ സംഭവം? കൊള്ളാം, നന്നായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വെള്ളവും കിട്ടിയിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പോ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മുടെ ടീച്ചറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ, ഗംഗാദേവി ടീച്ചർ. അപ്പൊ ടീച്ചറിനെ ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ടീച്ചറിനെ ഞാൻ വിളിക്കാം. അപ്പൊ ടീച്ചറിന് 2 വാക്ക് പറയാനുണ്ട്. ടീച്ചറെ വായോ. നമസ്കാരം. നമ്മുടെ ടീച്ചറാണ്, പ്രിയപ്പെട്ട ടീച്ചറാണ് ഗംഗാദേവി ടീച്ചർ. 8ാം ക്ലാസ്സിൽ 8, 9, 10 അല്ലേ ടീച്ചർ? 94-95 ബാച്ച്. അപ്പൊ അങ്ങോട്ടുള്ള പരിചയമാണ് ടീച്ചറിന്റെ. അപ്പൊ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് റോഷൻ എന്റെ വീട്ടില് വന്ന് ഈ വർക്ക് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ റോഷൻ കാരണം യൂട്യൂബിൽ വന്ന് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അതിലുപരി എനിക്കും ഭാഗ്യമുണ്ട് ടീച്ചറിനെ ഈ നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ടീച്ചർ 2 വാക്ക് പറയാൻ. ശിഷ്യഗണങ്ങൾ ധാരാളം എന്റെ വീട്ടില് പല വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരുമായിട്ടുള്ള സൗഹൃദം പുതുക്കാനും അവരുടെ പഴയ കാര്യങ്ങള് ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു ടീച്ചർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാരി, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ 94-95 ബാച്ചിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറായിട്ടൊക്കെ ബന്ധപ്പെടാം. നമ്മുടെ ടീച്ചർ ഇവിടെ പുത്തമ്പലിക്ക തന്നെയാണ്. ആദ്യം സ്റ്റേഷൻ കളവിലായിരുന്നു, കുറെ ആൾക്കാർക്ക് അറിയാം, ഇങ്ങോട്ട് മാറിയേക്കണത്. അപ്പൊ എന്റെ മോളുടെ വീട്ടിൽ വന്ന് മോളുടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് റോഷന
ആയിട്ട് പരിചയപ്പെടാനും ടീച്ചറിന്റെ അതെ ടീച്ചറിന്റെ വീട്ടിൽ അവൾ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അവള് പറഞ്ഞ് അമ്മ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പൊ എന്റെ മകന് വഴി റോഷനെ പരിചയപ്പെടുകയും വീട്ടിൽ വന്ന് ഭംഗിയായിട്ട് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ ടീച്ചറെ? ഞാൻ ഹാപ്പി. ഓക്കെ ഓക്കെ. ടീച്ചറിന്റെ മകളുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മളൊരു 3-4 കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ, അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പ്യൂരിഫയറിന്റെ വീഡിയോ ആണ് അത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒന്ന് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി തന്നെയാണ്. അപ്പൊ അതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ മകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ സന്തോഷവും. വീഡിയോ കുറെ ഇഷ്ടം പോലെയൊക്കെ വരാറുണ്ട്, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ കേട്ടില്ലേ? എല്ലാവരും വരിക, ടീച്ചറായിട്ട് സൗഹൃദം നമ്മളുടെ പുതുക്കുക, എല്ലാവരും കണ്ട് പരിചയപ്പെടണം, വരണം കേട്ടോ ഇങ്ങോട്ട്. അപ്പൊ താങ്ക് യു ടീച്ചർ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ വ്യക്തത ഒന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വല്ല വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാൻ കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.